ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒഴിവുവന്ന വയനാട് ലോക്സഭ, പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. ഇതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ഫണ്ട് അനുവദിച്ച് ധനവകുപ്പ് 60.54 കോടിയാണ് അനുവദിച്ചത്. ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഫണ്ട് അനുവദിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെൻഡിംഗ് ബില്ലുകളും ഈ തുകയിൽ നിന്ന് ചെലവാക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്തു നിന്ന് വിജയിച്ച രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട് മണ്ഡലത്തിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുക. ഷാഫി പറമ്പിൽ, കെ രാധാകൃഷ്ണൻ എന്നിവർ MP മാരായതോടെയാണ് പാലക്കാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അടുത്ത മാസം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചന. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ CPIയുടെ സ്ഥാനാർത്ഥിയായി ദേശീയ നേതാവ് ആനി രാജ ഉണ്ടാകില്ല എന്ന സൂചനയും വരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജ 2019 ഇടതുമുന്നണിക്ക് ലഭിച്ചതിനേക്കാൾ 0.8% വോട്ട് കൂടുതൽ നേടിയിരുന്നു. എങ്കിലും ആനി രാജയ്ക്ക് കേരളത്തിൽ അധികം അവസരങ്ങൾ കൊടുക്കാൻ കേരളത്തിലെ CPI നേതൃത്വം തയ്യാറാകുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പുറത്തുവന്നതിന് പിന്നാലെയുള്ള സർക്കാർ നടപടികളെ വിമർശിച്ച് ആനി രാജ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് വ്യത്യസ്തമായ നിലപാടായിരുന്നു ആനി രാജയ്ക്ക്. ലൈംഗിക പീഡനാരോപണം നേരിടുന്ന CPM MLA മുകേഷ് ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നുള്ള നിലപാടും ഇവർ പരസ്യമാക്കിയിരുന്നു. ആനി രാജയുടെ നിലപാടുകൾ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ രംഗത്തെത്തുകയും ചെയ്തു. കേരളത്തിലെ വിഷയങ്ങളിൽ നിലപാട് പറയേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്ന് അദ്ദേഹം പറഞ്ഞു. CPI തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. CPIക്ക് ഒറ്റ നിലപാട് മാത്രമാണുള്ളത്. CPIയും CPMനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കണ്ട. തർക്കമെന്ന വ്യാമോഹം ആർക്കും വേണ്ട. മാധ്യമങ്ങൾ എഴുതാപ്പുറം വായിക്കേണ്ട. ഇനിയൊരു പുതിയ നിലപാട് CPIക്ക് വ്യക്തമാക്കേണ്ട സാഹചര്യമില്ല എന്നും ആനി രാജയെ ലക്ഷ്യം വെച്ച് പറഞ്ഞു നിർത്തുകയായിരുന്നു ബിനോയ് വിശ്വം. ഏതായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും മുകേഷിനെതിരെ തിരിഞ്ഞതുമൊക്കെ ആനി രാജയ്ക്ക് വയനാട്ടിലെ സീറ്റ് നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു.